മാനസിക നില തകർന്ന നിലയിൽ ജീവിക്കേണ്ടി വരുന്നു, അവർ മെഡിസിൻ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. നിങ്ങൾ പറഞ്ഞതൊരു സംവിധായകനെതിരെയാണ്. ആ സംവിധായകൻ്റെ സിനിമ റിലീസ് ചെയ്തതിന് മുൻപ് നിങ്ങൾ അതിനെതിരെ നിലപാടെടുത്തു. പക്ഷേ അതൊന്നും പിന്നീട് പുറം ലോകത്ത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഇപ്പോഴും ആ സംവിധായകൻ നിങ്ങളെ ആ രീതിയിൽ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ സിനിമാ മേഖലയിലുള്ള ഒരാളായിരുന്നില്ല, എന്നിട്ട് പോലും നിങ്ങൾക്കത് സംഭവിച്ചു. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ച് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ ട്രോമയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ അതിക്രൂരമായി ഈ സംവിധായകൻ ബലാത്സംഗം ചെയ്തു എന്നാണ് അതുകൂടി ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് ഇവർക്ക്. ഞാൻ പറയുന്നില്ല, ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇത്ര പവർ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആരെയും സ്ത്രീകളെ കണ്ടെത്താൻ പറ്റും. കണ്ടെത്തി അവർക്ക് റേപ്പ് ചെയ്യാൻ പറ്റും. റേപ്പ് ചെയ്യാൻ ഇടങ്ങളുണ്ട്. ഇവരുടെ പ്രീ പ്രൊഡക്ഷൻസ് പോസ്റ്റ് പ്രൊഡക്ഷൻസ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ റേപ്പാണ് നടക്കുന്നത്. അതായത് നിങ്ങൾ സിനിമയിലുള്ള ഒരാളായിരുന്നില്ല നിങ്ങളൊരു സിനിമയിലുള്ള ആളായിരുന്നില്ല എന്നിട്ട് കൂടി നിങ്ങൾ ഈ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ സുഹൃത്തായിരുന്നില്ല എന്നിട്ട് കൂടിയാണ് ഈ താങ്കൾ റേപ്പിന് വിധേയാവുന്നത് അല്ലേ? ഈ ഉറപ്പായിട്ടും അതായത് ഈ ഒരു ക്രൈം നടക്കുന്ന സമയത്ത് താങ്കൾ ഈ സംവിധായകന്റെ സുഹൃത്തായിരുന്നോ? സുഹൃത്തുമല്ല, ഞാൻ ഇയാളുടെ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുമില്ല. എന്റെ ട്രോമയുടെ അവസാന ഘട്ടത്തില് ഞാൻ ട്രോമയിൽ ഇരുന്ന് പുറത്ത് വരാതിരുന്ന കാലഘട്ടങ്ങളിൽ എന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഘട്ടങ്ങളിൽ പൈസ പല രീതിയിൽ പണം എന്റെ ബാങ്കിലേക്ക് എത്തിക്കാമെന്നുള്ള രീതിയിൽ, പക്ഷേ അവിടെയൊക്കെ ഞാൻ എന്റെ ബോധം കൊണ്ട് പിടിച്ചു നിന്നു. എനിക്കറിയാമായിരുന്നു എന്താ ചെയ്യാൻ അതിനുശേഷം ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ചെയ്തു. അതിനുശേഷം പണം അയച്ചു തരാം, തൻ്റെ മാനത്തിനും ജീവിതത്തിനും പണം അയച്ചതെന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഐ ലവ് സെക്സ്, ഐ ലൈക്ക് യു, യുവർ ബോഡി എന്ന് ഐ ലവ് ടു ഡു സെക്സ് എന്ന് ശരീരമാണ് ഇഷ്ടം. ഇത് പറഞ്ഞൊരു പുതുമുഖ സംവിധായകനാണ്. ആ പുതുമുഖ സംവിധായകനാണ്. അവന്റെ പേര് ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറയും. അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ്. അവൻ ചെയ്ത സിനിമയുടെ പേര് പടവെട്ട് എന്നാണ്. അത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ട പടമാണ്. അവന്റെ പേര് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ്. അവന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിട്ടുണ്ട് റേപ്പിസ്റ്റ് എന്ന്. അവൻ മരിക്കുന്നവരെ വരെയും റേപ്പിസ്റ്റായി മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ഇന്ന് ഞാൻ ഈ ശബ്ദം ഉയർത്താൻ കാരണം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പലരും ചോദിക്കുന്നുണ്ടല്ലോ സർവൈവേഴ്സ് എന്തുകൊണ്ട് പുറത്തു വന്ന് ശബ്ദിക്കുന്നില്ല എന്നുള്ളത്. ഈ ശബ്ദം ഞാൻ എടുത്ത ശേഷം ഞാൻ ഈ കട്ടിലയിൽ കിടന്നു പോകും. അത്ര പോലും നിവർന്നു നിൽക്കാൻ എനിക്ക് ഇനിയും ആരോഗ്യമായിട്ടില്ല. മാത്രമാണ് ഞാൻ പുറം ലോകം കാണുന്നു എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇപ്പോഴും. എനിക്ക് ചുറ്റും കുറച്ച് പേര് രാവും പകലും ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. അപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ സർവൈവേഴ്സ് സംസാരിക്കുന്നില്ല എന്ന് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വരെ പറയുമ്പോൾ സർവൈവേഴ്സ് ഇവിടെ ഉണ്ട്. സംസാരിക്കേണ്ട സമയത്ത് അവർ വന്ന് സംസാരിക്കും. കൃത്യമായിട്ട് പഠിക്കേണ്ടവരൊക്കെ പഠിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇതുപോലെ വന്നില്ലേ, അതിജീവിച്ചു വന്നില്ലേ, അതുപോലെ പലരും വരുന്നില്ലേ. വാസ്തവം അറിയട്ടെ. കേസന്വേഷണം ആ വഴിക്ക് നടക്കുമ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ആ വാക്കുകളിൽ ഇതെല്ലാം ഉണ്ട്. ആ വാക്കുകൾ പ്രേക്ഷകർ കേൾക്കട്ടെ എന്ന് മാത്രമേ ഇഘട്ടത്തിൽ പറയാൻ കഴിയൂ. നമുക്ക് മറ്റൊരവസരത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കാം. താങ്കൾക്ക് ദിശ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ എനിക്ക് ദിനു വെയിലിന്റെ ദിശ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ എനിക്ക് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്റെ മെഡിക്കൽ സപ്പോർട്ടിന് എനിക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് എന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ദിനുവിന് താങ്ക് യു. ആൻഡ് WCC എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീകൾക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഘടനയ്ക്കും ഐ എം ഗ്രേറ്റ്ഫുൾ. ലവ് യു ഓൾ. നിങ്ങൾ കരുത്തോടുകൂടി ഇരിക്കണം. തുറന്നും ഈ ശബ്ദങ്ങൾ ഉണ്ടാവണം.
ഈ റേപ്പിസ്റ്റുകൾക്കൊപ്പം Thank you. നിൽക്കുന്ന ഒരു ഉറപ്പായും. ലോകം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമല്ല. നിങ്ങളുടെ ഈ ശബ്ദത്തെ ഞങ്ങൾ മാനിക്കുന്നു, ആ ശബ്ദത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ആ സംഭവത്തിൻ്റെ വിശദീകരണം നിങ്ങളോട് ആവശ്യപ്പെടാത്തത് അതും വീണ്ടും ഒരു മെൻ്റൽ ട്രോമയിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ്. അതും മാത്രവുമല്ല, നമുക്കാവശ്യം നിങ്ങളുടെ ഈ ശബ്ദമാണ്. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ഇതിനകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു AJ. താങ്ക് യു. താങ്ക്സ് എല്ലാം. താങ്ക് യു. Debate with Arun Kumar.